മക്കളെ, ഇന്ന് നമുക്ക് ദക്ഷയാഗത്തെക്കുറിച്ച് കേൾക്കാം. എന്താ ഈ ദക്ഷയാഗം? ദക്ഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് ദക്ഷൻ. അപ്പോൾ ദക്ഷൻ്റെ പുത്രിയായിട്ടുള്ള സതീദേവി, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ മക്കൾ? ഇതിൽ നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, വാസ്തവത്തിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും നമ്മളിങ്ങനെ ത്രിമൂർത്തി ഭാവത്തിൽ കാണാറുണ്ട്. അതിൽ പരമശിവൻ്റെ ഭാര്യ ആവാൻ വേണ്ടി, പരമശിവൻ്റെ പത്നിയാകാൻ ലോകാംബികയായ ഉമാദേവി ദക്ഷൻ്റെ പുത്രീഭാവത്തിൽ സതിയായിട്ട് അവതരിച്ചു. അപ്പം ദക്ഷൻ്റെ ഭാര്യ പ്രസവിച്ച ഒരു പുത്രി ആയിരുന്നില്ല സതീദേവി. പിന്നെയോ സതീദേവി എങ്ങനെ കിട്ടിയത്? ഒരു ദിവസം ദക്ഷൻ നാഗമന്ദാകിനിയിൽ സ്നാനം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ ചെന്താമര പൂവിൽ കൗതുകമുള്ള ഒരു കുഞ്ഞ് പെൺകുഞ്ഞ്, വളരെ ചെറിയൊരു കുഞ്ഞ് ശയിക്കുകയാണ്, കിടന്നുറങ്ങുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ദക്ഷപ്രജാപതി എന്താ ചെയ്തത്? ആ കുഞ്ഞിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി തൻ്റെ ഭാര്യയായ പ്രേയസിയായ പ്രസൂതിയെ ഏൽപ്പിച്ചു. തൻ്റെ പൊന്നോമൽ കൊച്ചുമകളായിട്ട് അവളെ വളർത്തി, പേരിട്ടു സതീ എന്ന് നാമകരണം ചെയ്തു. കാണികളുടെ കണ്ണുകളിൽ കർപ്പൂരധാര ചൊരിഞ്ഞുകൊണ്ട് എന്ന് തന്നെ പറയാം. ആ പെൺകുഞ്ഞ് വളരെ മിടുക്കിയായിട്ട് അവിടെ ഇങ്ങനെ വളർന്നു. അവൾ മറ്റു പുത്രികളെക്കാൾ കൂടുതലായിട്ട് അവളെ ആര് സ്നേഹിച്ചു? ദക്ഷനും ദക്ഷൻ്റെ പത്നിയും ഒക്കെ സ്നേഹിച്ചു. അങ്ങനെ സതി വലുതായി യൗവനപ്രായം എത്തി. അവൾക്ക് അനുരൂപനായിട്ടുള്ള ഒരു വരനെ കണ്ടുപിടിക്കാൻ ദക്ഷൻ ഇങ്ങനെ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ സതിയുടെ മനസ്സിൽ ആരാണ്? മൃത്യുഞ്ജയൻ, അതായത് പരമശിവനാണ് മനസ്സിൽ. അദ്ദേഹം ഭർത്താവാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് സതി. സതിയുടെ ഭക്തിയും അഭിലാഷവും സർവജ്ഞനായിട്ടുള്ള എല്ലാം അറിയുന്ന ശിവൻ അറിയാതിരിക്കുകയോ? അദ്ദേഹം അറിഞ്ഞു. അവളുടെ ഭക്തിയെ പരീക്ഷിക്കാനായി അദ്ദേഹം പല വേഷത്തിലും ഭാവത്തിലും അവളെ ഗൂഢമായിട്ട് വളരെ രഹസ്യമായി സന്ദർശിച്ച് ശിവനെക്കുറിച്ച് ഇങ്ങനെ വളരെയേറെ പരിഹാസ്യമായിട്ടും ജുഗുപ്സാവഹായിട്ടൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കും. സതി അത് ചെവികൊണ്ടില്ല. അവളുടെ ശിവനോടുള്ള സ്നേഹവും ഭക്തിയും ദിവസം തോറും കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രാകൃതനായിട്ടുള്ള, അതായത് വേഷത്തിൽ വളരെ പ്രാകൃതനായ ഒരു വളരെ വയസ്സായിട്ടുള്ള പടുവൃദ്ധൻ്റെ വേഷത്തിൽ ആര് വന്നു അവിടെ? പനിമതി ചൂടൻ. അതാരാ? ശിവൻ, പരമശിവൻ അവിടെ വന്നിട്ട് കൈലാസനാഥനെക്കുറിച്ച്, അതായത് സ്വയം തന്നെ അവനവനെക്കുറിച്ച് തന്നെ പറയണത് അധിക്ഷേപിച്ച് സംസാരിച്ചു. ആ സമയം സതീദേവി കർണങ്ങൾ പൊത്തി മനസ്സിൽ ശിവനെ തന്നെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ട് നിന്നതേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് പറയണത് എന്നറിയോ ആ വൃദ്ധൻ? ദേവിക്ക് ആ ശിവനിൽ പ്രേമമാണോ? അതെനിക്ക് ഈ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കഷ്ടം തന്നെ. ആ ശിവൻ അവന് ആരാണ്? ദേവി അത് ആലോചിച്ചിട്ടുണ്ടോ? വിരൂപനായിട്ടുള്ളൊരു പ്രാകൃതനല്ലേ? അവന് കിടപ്പിടമുണ്ടോ? ഇരിപ്പിടമുണ്ടോ? മഞ്ഞുമലയിൽ മരവിച്ച് കിടക്കല്ലേ? ഉടുക്കുന്നതോ പുലിത്തോല്. കിടക്കുന്നതും നടക്കുന്നതും ഈ ചുടലക്കളത്തിൽ ദേഹം മുഴുവനും ചുടലച്ചാരം വാരി പൂശി നടക്കുന്ന നിസ്വനായ ഒരു ഭ്രാന്തൻ. അവൻ്റെ ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്നതോ വിഷപ്പാമ്പുകൾ. ദേവിയാണെങ്കിൽ ത്രിഭുവനത്തിലും ഇതേവരെയും ഉണ്ടാകാത്ത വണ്ണം അത്രയ്ക്ക് ഭംഗിയുള്ള രൂപലാവണ്യം തികഞ്ഞ ഒരു കന്യാരത്നം. ബ്രഹ്മനന്ദനായ ദക്ഷപ്രജാപതിയുടെ പൊന്നോമന പുത്രി. അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ സത്യങ്ങൾ തുറന്നു പറയണത്. പോരെങ്കിൽ ആ ശിവൻ എന്ന ഭൂതത്താൻ്റെ ശിരസിലുള്ള ജടയുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആ ചങ്ങാതിയുടെ പത്നിയായാൽ ദേവി എങ്ങനെയാണ് കൂടെ താമസിക്കുക? തലയിൽ വെള്ളം, ദേഹത്തിലൊക്കെ പാമ്പ്. സതി സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സതിക്ക് ഭയങ്കര സങ്കടാവില്ലേ? സതീദേവി പറഞ്ഞു, പ്രഭു, അങ്ങൊരു വൃദ്ധനാണെങ്കിലും അങ്ങ് പറഞ്ഞ വാക്കുകളെ എനിക്ക് ആദരിക്കാൻ കഴിയുന്നില്ല.
കൈലാസനാഥനെ ഭർത്താവായി സങ്കല്പിച്ച് എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നിത്യവും ഞാൻ പൂജിക്കുകയാണ്. ഈ ജീവിതത്തിൽ അദ്ദേഹം അല്ലാതെ മറ്റൊരു ഭർത്താവും എനിക്കില്ല. എനിക്കതിന് ഭാഗ്യമില്ലാതെ വന്നാൽ ഈ ജീവിതം തന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആഹൂതി ചെയ്യും. എന്നുവെച്ചാൽ ആത്മഹത്യ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാനും എനിക്ക് മടിയില്ല. അതാണ് സതീദേവി പറഞ്ഞത്. അങ്ങനെ സതിയുടെ നിർവ്യാജ ഭക്തിയും സ്നേഹവും കണ്ട് സന്തുഷ്ടനായി. ആരാ ഇതൊക്കെ? ഈ വൃദ്ധൻ പരമശിവനാണല്ലോ. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം വൃദ്ധൻ്റെ വേഷവും ഉപേക്ഷിച്ച് തൻ്റെ സുന്ദരമായ സ്വന്തം രൂപം കൈക്കൊണ്ട് അവളുടെ മുന്നിൽ, ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സന്തോഷമായി. വളരെ നമ്രമുഖിയായിട്ട് സതീദേവി ഇങ്ങനെ നിന്നു. അപ്പോൾ സതീദേവിയോട് അദ്ദേഹം പറഞ്ഞു, പ്രിയേ, നീ സങ്കടപ്പെടേണ്ട. നീ സദാ മനസ്സിൽ ധ്യാനിക്കുന്ന ശിവൻ ഞാനാണ്. നിൻ്റെ ഭക്തിയെയും സ്നേഹത്തെയും പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പല വേഷത്തിലും നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ശിവനെ നിന്ദിച്ചു. അത് സാരമില്ല. എന്നും എൻ്റെ ആത്മവല്ലഭ നീ തന്നെയാണ്. വരൂ. അങ്ങനെ ആ സമയം ഭഗവാന്റെ വാഹനം അറിയാമോ, നന്ദി കാള, അവിടെ വന്നു. അദ്ദേഹം സതിയെ വൃഷഭത്തിൻ്റെ മുകളിലിരുത്തി ശിവൻ, പരമശിവനും കൂടെ കയറി നേരെ കൈലാസത്തിലേക്ക് തിരിച്ചു. തൻ്റെ പുത്രിയെ അപഹരിച്ചു കൊണ്ടുപോയി ശിവൻ എന്നുള്ള വാർത്ത ആരറിഞ്ഞത്? ദക്ഷ പ്രജാപതി അറിഞ്ഞു. അങ്ങനെ ഭയങ്കര ദേഷ്യം വന്നു. ദക്ഷന് പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? അല്ലെങ്കിലേ ശിവന് അത്ര താല്പര്യം ഇല്ലായിരുന്നു. ഇതും കൂടി ആയപ്പോൾ കോപവും വൈരാഗ്യവും ഒക്കെ ശതഗുണമായിട്ട് വർദ്ധിച്ചു. താൻ ഓമനിച്ച് വളർത്തിയ സതി തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ ചുടലവാസിയുടെ കൂടെ പോയതിന് അവളോടും ദക്ഷന് ഭയങ്കര വൈരാഗ്യവും കോപവും ദേഷ്യവും ഒക്കെ തോന്നി. അങ്ങനെ വൈരാഗ്യത്തോടെ കഴിയുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പ്രജാപതികളുടെ ഒരു യാഗം നടന്നു. അതിൽ ഉന്നത സ്ഥാനം ദക്ഷ പ്രജാപതിക്കായിരുന്നു. അദ്ദേഹം സർവ്വവിധ പദവികളോടും കൂടി യാഗഭൂവിൽ ചെന്നു. അവിടെ ഇരുന്നവർ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിച്ചു. അവിടെ ഒരു പൂജാസനത്തിൽ ശിവനും ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം മാത്രം എഴുന്നേറ്റില്ല. ഞാൻ പ്രജാപതിയാണ്, ബ്രഹ്മാവിൻ്റെ മകനാണ്, അതിനും പുറമെ ഇവൻ്റെ ഭാര്യയുടെ പിതാവും കൂടിയാണ്. അങ്ങനെ ഏതു വിധത്തിലും ബഹുമാനിക്കപ്പെടേണ്ട എന്നെ ശിവൻ അപമാനിച്ചു എന്നും പറഞ്ഞ് ദക്ഷന് ഭയങ്കര ദേഷ്യം വന്നു. ഈ ചിന്ത ദക്ഷൻ്റെ വൈരാഗ്യ അഗ്നിയെ ഇങ്ങനെ പ്രോജ്വലിപ്പിച്ചു. അങ്ങനെ ഭയങ്കര ദേഷ്യം വന്ന് സഹിക്കാൻ വയ്യാതെയായി ദക്ഷന്. ഇതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ട് എന്താ ചെയ്തത്? ദക്ഷൻ തനിച്ച് ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു. ആ യജ്ഞത്തിന് ആരെ മാത്രം ക്ഷണിച്ചില്ല? ശിവനെ മാത്രം ക്ഷണിക്കില്ല എന്ന് നിശ്ചയിച്ചു. ഭയങ്കര ആഡംബരപൂർവം ദക്ഷയാഗം ആരംഭിച്ചു. മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രാദി സർവ്വദേവ സമൂഹത്തെയും ഗന്ധർവവും എല്ലാ യക്ഷന്മാർ, മരീചി, അങ്കിരസ്, ഭൃഗു, അങ്ങനെ ഇനി എല്ലാ വസിഷ്ഠൻ, നാരദൻ, അങ്ങനെ തുടങ്ങിയ സർവ്വ ബ്രഹ്മർഷികളെയും ദക്ഷൻ ക്ഷണിച്ചു. അവർ നേരത്തെ തന്നെ വരികയും ചെയ്തു. യാഗശാലയുടെ പരിരക്ഷകനായി യജ്ഞമൂർത്തിയായ ശ്രീപതിയെ തന്നെ നിയോഗിച്ചു. ശ്രീപതി എന്ന് വെച്ചാൽ വിഷ്ണു. ആ സമയം യാഗഹോത്രിയായ ദദീജി മഹർഷി പറഞ്ഞു, ദക്ഷ, ശിവസാന്നിധ്യമില്ലാത്ത യാഗമല്ല. യാഗത്തിൻ്റെ ഹവിസ് ആദ്യം സ്വീകരിക്കാനുള്ള അധികാരി ആരാണ്? ശിവനാണ്. അതുകൊണ്ട് അഹങ്കാരവും വൈരാഗ്യവും ഒക്കെ വെടിഞ്ഞ് സർവേശ്വരനായ മഹാപരമേശ്വരനെ ക്ഷണിക്കണം. ദദീജിയുടെ ഉപദേശമൊന്നും ദക്ഷൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സർവരും കേൾക്കെ അലക്ഷ്യഭാവത്തിൽ അത്യന്ത അഹങ്കാരത്തോട് കൂടിയിട്ട് പറഞ്ഞു, മാസങ്ങളോളം ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും ശിവനെ വിളിക്കുന്ന പരിപാടി ഉദിക്കുന്നില്ല എന്നാരാ പറഞ്ഞത്? ദക്ഷൻ പറഞ്ഞു.
മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാഗമാണ് നടന്നുകൊണ്ടിരിക്കുക. ലക്ഷ്മീ വല്ലഭനായ മഹാവിഷ്ണു തൃക്കൈയിൽ ഗദയും ധരിച്ചുകൊണ്ട് യാഗത്തിൻ്റെ രക്ഷകനായിട്ട് യജ്ഞശാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബ്രഹ്മാവ് കാര്യാന്വേഷകൻ എന്ന നിലയിൽ വേണ്ട ഉപദേശങ്ങളും അപ്പോഴപ്പോൾ നൽകുന്നുമുണ്ട്. ഇന്ദ്രാദി ദേവകളും ഗന്ധർവ പുരുഷന്മാരും അവരൊക്കെ അവരാൽ കഴിയുന്ന വിധം ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യാഗത്തിൻ്റെ ഗാംഭീര്യവും യാഗകർത്താവായ ദക്ഷൻ്റെ അഹങ്കാരഗർവുമെല്ലാം നാരദ മഹർഷി മനസ്സിലാക്കി. ഇപ്പോൾ ലോകത്തിലെ ധർമ്മം നടക്കണം, അല്ലെങ്കിൽ അത് നടക്കാനുള്ള മാർഗങ്ങൾ ആരായണം. അതായിരുന്നു ആരുടെ ഈ നാരദമുനിയുടെ ആദർശം. അദ്ദേഹം ഉടൻ തന്നെ കൈലാസത്തിലെത്തി സതീ ദേവിയെ കണ്ടിട്ട് പിതാവ് നടത്തുന്ന യാഗത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവിക്ക് ആ യാഗം കാണണമെന്നും അതിൽ പങ്കുകൊള്ളണമെന്നുമുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, താൻ പുത്രിയല്ലേ, മകളല്ലേ, അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിളിക്കാതെ തന്നെ പോകേണ്ടവളല്ലേ എന്നൊക്കെ സതി ആലോചിച്ചു. അങ്ങനെ സതീദേവി ഈ പരമശിവനോട്, ഭർത്താവിനോട് പറഞ്ഞു, നാഥ, അച്ഛനൊരു മഹായാഗം നടത്തുന്നു എന്ന് നാരദ മഹർഷി ഇവിടെ വന്ന് പറഞ്ഞു. ത്രിലോകങ്ങളിൽ ഇങ്ങനെയൊരു മഹായജ്ഞം ഇതേവരെ ആരും നടത്തിയിട്ടില്ലത്രേ. ആ യാഗമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇതാരാ പറയണത്? സതീദേവി പറയാണ് മഹാദേവനോട്, പരമശിവനോട് പറയാണ്, ഞാനൊന്ന് പോയിക്കോട്ടെ, എനിക്ക് പോകാൻ വളരെ ആഗ്രഹമുണ്ട്. പോയാൽ അച്ഛനും അമ്മയും ഒക്കെ കാണാമല്ലോ, ജ്യേഷ്ഠത്തിമാരുണ്ട് അവിടെ, ബന്ധുജനങ്ങളുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഞാൻ അവരുടെ അടുത്തുനിന്ന് പോന്നിട്ട് എത്ര കാലമായി, അപ്പോൾ ഒന്ന് പോയി കണ്ടോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള സതീദേവിയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ശിവൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭദ്രേ, നിൻ്റെ ആഗ്രഹം ന്യായം തന്നെയാണ്, ഒരു മകൾക്ക് തോന്നാവുന്നതുമാണ്. എന്നാൽ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. അത് മറ്റൊന്നുമല്ല, ദക്ഷന് നമ്മോട് ഒട്ടും താല്പര്യമില്ല. നാം അവിടെ ചെന്നാൽ അദ്ദേഹം നമ്മെ അപമാനിക്കും. നമ്മെ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം അപമാനിച്ചാൽ ആ മാനക്കേട് സഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ദേവിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദക്ഷൻ നമ്മൾ ക്ഷണിച്ചിട്ടുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിടെ ചെല്ലണത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുള്ളതല്ലേ. അപ്പോൾ പിന്നെ പോവാതിരിക്കുകയല്ലേ നല്ലത് എന്നിങ്ങനെ പ്രിയതമയെ ഉപദേശിച്ചു. ആരാണ്? മഹാദേവൻ ശിവൻ ഉപദേശിച്ചു. എന്നിട്ട് ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നു. പക്ഷേ യാഗത്തിൽ പങ്കുകൊള്ളണമെന്ന് സതീദേവിക്ക് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര ആഗ്രഹം കൂടി വന്നിട്ട് എന്തായാലും വേണ്ടില്ല, അത് സാരമില്ല, ഭർത്താവ് അദ്ദേഹത്തിന് പറയാനുള്ളതല്ലേ പറഞ്ഞത്, എൻ്റെ ആഗ്രഹം ഞാനങ്ങ് നിറവേറ്റാമെന്ന് പറഞ്ഞ് സതീദേവി ഭൂതഗണങ്ങളെയും കൂട്ടിയിട്ട് ദക്ഷൻ്റെ യാഗം കാണാൻ പോയി. യാഗശാലയുടെ പുറത്തിങ്ങനെ ചെന്ന് നിന്നു. അകത്ത് കടക്കാൻ മടി തോന്നി. ദേവകളും മഹർഷിമാരും, സതീദേവിയെ മഹേശ്വരൻ്റെ ഭാര്യയാണല്ലോ, അവരെ കണ്ട് ഭക്തിപൂർവ്വം എഴുന്നേറ്റ് വന്ദിച്ചു. അത് ദക്ഷൻ കണ്ടു. തൻ്റെ പുത്രി തന്നെ ധിക്കരിച്ചു പോയ ആളാണ്. ഭിക്ഷുവായ ചുടലവാസിയുടെ പുറകെ തിരിച്ച അഹങ്കാരിയായ സതിയായിട്ടാണ് ദക്ഷന് തോന്നിയത്. തന്നെ പരസ്യമായിട്ട് അപമാനിച്ച ആ അധമൻ്റെ പത്നി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം ഇങ്ങ് വന്നു. അവൾക്കിവിടെ എന്ത് കാര്യം? ആ നീചനോടുള്ള എൻ്റെ വൈരാഗ്യത്തിന് പ്രതികാരമായി ഇവളെ ഇവിടെ നിന്ന് മാറ്റി അപമാനിച്ച് വിടണം. അങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ദക്ഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. പഴയ കഥകളും ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അന്തേവാസികളായ അനുചരന്മാർ അവളുടെ ഈ ഇങ്ങനെ നാണം കെട്ടുള്ള വരവ് എന്നാണ് പറഞ്ഞത്, പരിഹാസപൂർവം സതീദേവിയെ ഇങ്ങനെ അധിക്ഷേപിച്ചു. അതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. ആരാണ്? അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും പറയുന്നുണ്ട്. അതെല്ലാം പരിഹാസപൂർവ്വം ഇങ്ങനെ പറയുമ്പോൾ ദക്ഷൻ അവർ പറയുന്നതൊന്നും കേട്ട് ഒന്നും തിരിച്ചു പറയുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല. സതി ആകെ തളർന്ന മനസ്സോടെ വിറയാർന്ന ദേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അപമാനഭാരം കൊണ്ടിങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ് സതീദേവി. വളരെ വിഷമായി. ഭയങ്കര ദേഷ്യം വന്ന കണ്ണുകളോട് കൂടിയിട്ട് ദക്ഷൻ പുത്രിയെ നോക്കി ഉഗ്രസ്വരത്തിൽ ഗർജിച്ചു. ഛീ, നികൃഷ്ടേ, നീച നാരി, നിന്നോട് ആര് പറഞ്ഞു പാവനമായ ഈ യാഗശാലയെ പ്രവേശിക്കുവാൻ? പോ, കടക്ക് വെളിയിൽ, നിനക്കിവിടെ എന്താ കാര്യം എന്നൊക്കെയാണ് ചോദിച്ചത് ദക്ഷനെ. അച്ഛാ എന്ന് വിളിച്ച് സതി വളരെ ദൈന്യമായിട്ട് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം എന്താ ദക്ഷൻ പറഞ്ഞത്? അച്ഛനോ? ഞാൻ നിൻ്റെ അച്ഛനൊന്നുമല്ല, നീ എൻ്റെ പുത്രിയുമല്ല, പോ പുറത്ത്, പോകാനല്ലേ പറഞ്ഞത്? ദക്ഷൻ ഗർജിച്ചുകൊണ്ട് പുത്രിയെ കഴുത്തിന് പിടിച്ചു തള്ളി പുറത്താക്കാൻ മുമ്പോട്ടെടുത്തു. ജ്യേഷ്ഠത്തിമാരിൽ ചിലർ ഇത് കണ്ട് കൈകൊട്ടിച്ചിരിച്ചു. മഹർഷികൾ ദക്ഷനെ തടഞ്ഞുകൊണ്ട് ഉപദേശിച്ചു. പ്രജാപതിയെ അങ്ങനെ ചെയ്യരുത്, സാഹസമാണ്, അങ്ങനെ പ്രവർത്തിക്കരുത്. ശിവൻ്റെ കോപം എന്തെല്ലാം ആപത്തുകൾ സംഭവിപ്പിക്കുമെന്ന് അങ്ങക്ക് അറിയില്ലേ? സംഹാരമൂർത്തിയാണ് ഭഗവാൻ. പരമശിവൻ കോപിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ വെണ്ണീറായി പോവും, നശിച്ചു പോവും. അങ്ങനെ ഭർത്താവിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്ന കാര്യം ആലോചിച്ചിട്ട് സതീദേവിക്ക് വളരെ വിഷമവും തോന്നി. തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പോവും, ഒരാൾ പോവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് അനുസരിക്കാതെ വന്നതല്ലേ, തിരിച്ച് പോവാൻ ബുദ്ധിമുട്ട് തോന്നി സതീദേവിക്ക്. അപ്പോൾ അപമാനം സഹിക്കുന്നതിനേക്കാൾ ജീവത്യാഗം ചെയ്യുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്തത്? ഭർത്താവിനെ അഹിതകാരിണിയായി. ഭർത്താവ് പറഞ്ഞതനുസരിച്ചുമില്ല. മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും ഇഷ്ടവുമല്ല. അങ്ങനെ ആകെ വിഷമായിട്ട് എന്താ ചെയ്തത് സതീദേവി? സന്താപത്തോടെ, വളരെ വിഷമത്തോടെ ധ്യാനനിരതയായിട്ട് ആത്മാവിൽ ലയിപ്പിച്ച്, അവിടെ യാഗം നടക്കുകയല്ലേ, അതിൽ അഗ്നിയുണ്ട്, അങ്ങനെ യോഗാഗ്നി ജ്വലിപ്പിച്ച് തൻ്റെ വളരെ മനോഹരമായ ശരീരം എല്ലാവരും കണ്ടു നിൽക്കെ അങ്ങ് ആഹൂതി ചെയ്തു. ആ സമയം ത്രിലോകങ്ങളും ഒന്ന് കുലുങ്ങി. സാക്ഷാൽ പരാശക്തിയുടെ ആഹുതിയാണ്, ആത്മാഹുതിയാണ് അവിടെ നടന്നതേ. പരമശിവ പത്നിയായ സതീദേവി ആ യോഗ വന്യയിൽ ദഹിച്ച് ഒരു പിടി ചാമ്പലായി അവശേഷിച്ചു. അങ്ങനെ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ആ ശിവഭൂതഗണങ്ങൾ വന്നിട്ടുണ്ടല്ലോ. യാഗശാലയിൽ കിടന്ന സർവവും നശിപ്പിച്ചു അവരവിടെ പ്രചണ്ഡ താണ്ഡവമാടി. അങ്ങനെ യാഗാഗ്നിയും യാഗകുണ്ഠങ്ങളും അവർ തല്ലിക്കെടുത്തി. യാഗം മുടങ്ങി, ആകെ ബഹളായി. ആ സമയം ഭൃഗുമുനി തൻ്റെ തപശക്തി കൊണ്ട് ഏതാനും ഭൂതങ്ങളെ സൃഷ്ടിച്ച് ദക്ഷന് സഹായമായി അയച്ചു. അങ്ങനെ ശിവഭൂതങ്ങളും ഭൃഗഭൂതങ്ങളും തമ്മിൽ ഉഗ്ര പോരാട്ടമായി. ഇതിനിടയിലെ നാരദ മഹർഷി ഈ വർത്തമാനം കൈലാസത്തിലെത്തി ആരോടാ പറഞ്ഞത്? പരമശിവനോട് ധരിപ്പിച്ചു. ശിവനിത് കേട്ടു. എന്താണ്? തൻ്റെ ഭാര്യ, തൻ്റെ പ്രാണവല്ലഭയാണ്. ആത്മവല്ലഭയുടെ ആത്മാഹൂതി കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ കോപതാപ വൈരാഗ്യത്തോടെ അദ്ദേഹം തൻ്റെ ജട പിടിച്ച് വലിച്ച് നിലത്താഞ്ഞടിച്ചു. അപ്പോൾ അതിൽ നിന്നും ശൂലപാണിയായ ഒരു രൗദ്ര രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മഹേശ്വരനെ നമസ്കരിച്ച്, അതിൻ്റെ പേരെന്താണ്? വീരഭദ്രൻ. അപ്പോൾ പറഞ്ഞു, വീരഭദ്ര എന്ന് വിളിച്ചിട്ട് സംഹാരമൂർത്തി അവനോട് ആജ്ഞാപിച്ചു, നീ പോയി അഹങ്കാരിയായ ദക്ഷനെയും അവൻ്റെ കിങ്കരന്മാരെയും നിധനം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ യാഗമൊക്കെ മുടക്കി ഇങ്ങ് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ മൃത്യുശാസനൻ്റെ കൽപ്പന അനുസരിച്ച് വീരഭദ്രൻ 8 നാടും പൊട്ടുമാറ് അലറി അട്ടഹസിച്ചുകൊണ്ട് ശൂലവും കുലുക്കി ദക്ഷപുരിയിലേക്ക് തിരിച്ചു.